ഹലോ എവരിവൺ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചെയിൻ ഡ്രൈവ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കറിയാം ചെയിൻ ഡ്രൈവ്സ് എന്താണ്, ഒരു പവർ ട്രാൻസ്മിഷൻ ഡിവൈസാണ്. നമ്മൾ ബെൽറ്റ് ഡ്രൈവ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗിയർ ഡ്രൈവ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെയുള്ള ഒരു പവർ ട്രാൻസ്മിഷൻ ഡിവൈസാണ് എന്ത്, ചെയിൻ ഡ്രൈവ്സ്. ബെൽറ്റ് ഡ്രൈവ് നമ്മൾ സാധാരണഗതിയിൽ ലോങ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷനാണ് ഉപയോഗിക്കുന്നത്. ഗിയർ ഡ്രൈവ് വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷനാണ് ഉപയോഗിക്കുന്നത്. ചെയിൻ ഡ്രൈവ്സ് നമ്മൾ സാധാരണ ഇൻ്റർമീഡിയറ്റ് ഡിസ്റ്റൻസിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ മീഡിയം ഡിസ്റ്റൻസിൽ. അപ്പോൾ എന്താ ചെയിൻ ഡ്രൈവ്സ് എന്ന് വെച്ചാൽ, ആൻ എൻഡ്ലെസ് ചെയിൻ റാപ്പിഡ് അറൗണ്ട് ടു സ്പ്രോക്കറ്റ്. രണ്ട് സ്പ്രോക്കറ്റിൽ ഒരു ചെയിൻ റാപ്പ് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഡ്രൈവുകളെയാണ് നമ്മൾ ചെയിൻ ഡ്രൈവ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചെയിൻ എന്ന് വെച്ചാൽ എന്താണ്, എ സീരീസ് ഓഫ് ലിങ്ക് കണക്റ്റഡ് ബൈ പിൻ ജോയിൻറ്റ്. ഇതുപോലെയുള്ള സീരീസ് ഓഫ് മെറ്റൽ ലിങ്കുകളെ പിൻ ജോയിൻറ്റ് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്ന എലിമെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചെയിൻ എന്ന് പറയുന്നത്. ഈ ചെയിന് ഒരു ടൂത്ത്ഡ് വീലിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ടൂത്ത്ഡ് വീലിനെയാണ് നമ്മൾ സ്പ്രോക്കറ്റ് എന്ന് പറയുന്നത്. ചെയിൻ ഡ്രൈവ്സിൽ ചെയിൻ എവിടെയായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്, ഒരു ടൂത്ത്ഡ് വീലിലായിരിക്കും. ആ ടൂത്ത്ഡ് വീലിനെ നമ്മൾ എന്ത് പറയും, സ്പ്രോക്കറ്റ് എന്ന് പറയും. ഇനി നമുക്കറിയാം ചെയിൻ ഡ്രൈവ്സിൽ ടൂത്ത്ഡ് വീല് ഈ ചെയിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവില്ല, സ്ലിപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് ചെയിൻ ഡ്രൈവ്സ് എന്താണ്, ചെയിൻ ഡ്രൈവ്സ് ഒരു പോസിറ്റീവ് ഡ്രൈവാണ്. അവിടെ സ്ലിപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെയിൻ ഡ്രൈവ്സ് എന്താണ്, പോസിറ്റീവ് ഡ്രൈവാണ്. ഇനി ഇതുകൂടാതെ ചെയിൻ ഡ്രൈവ്സ് എന്തും കൂടിയാണ്, അതൊരു ഫ്ലെക്സിബിൾ ഡ്രൈവും കൂടിയാണ്. കാരണം എന്താ, ഈ ഡ്രൈവിംഗ് ഷാഫ്റ്റിനെയും ഡ്രിവൺ ഷാഫ്റ്റിനെയും അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്പ്രോക്കറ്റിനെയും ഡ്രിവൺ സ്പ്രോക്കറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു ഫ്ലെക്സിബിൾ ചെയിനാണ്. അതുകൊണ്ട് അവിടെ എന്തുണ്ട്, ഇൻ്റർമീഡിയറ്റ് ഫ്ലെക്സിബിൾ എലിമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അതിനൊരു ഫ്ലെക്സിബിൾ ഡ്രൈവ് എന്ന് പറയാം. ബെൽറ്റ് ഡ്രൈവും റോപ്പ് ഡ്രൈവും ചെയിൻ ഡ്രൈവും എന്താണ്, ഫ്ലെക്സിബിൾ ഡ്രൈവാണ്. ഗിയർ ഡ്രൈവ് എന്താണ്, ഒരു റിജിഡ് ഡ്രൈവാണ്. അപ്പോൾ ചെയിൻ ഡ്രൈവ്സ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഡ്രൈവാണ്, അതൊരു ഫ്ലെക്സിബിൾ ഡ്രൈവും കൂടിയാണ്. ഇനി നമ്മൾ പറഞ്ഞു ചെയിൻ ഡ്രൈവ് എവിടെയാണ് ഉപയോഗിക്കുന്നത്, ഇൻ്റർമീഡിയറ്റ് ഡിസ്റ്റൻസിലുള്ള പവർ ട്രാൻസ്മിഷൻ കണ്ടീഷനിലാണ്. സാധാരണ നമുക്ക് അതുകൊണ്ട് തന്നെ ചെയിൻ ഡ്രൈവ്സ് എവിടെയൊക്കെയാണ് കാണാൻ പറ്റുക, നമ്മുടെ മോട്ടോർ സൈക്കിൾസിൽ, ബൈസൈക്കിൾസിൽ, അതുപോലെ ഇൻഡസ്ട്രിയൽ മെഷീനറീസിൽ, അഗ്രികൾച്ചർ മെഷീനറീസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയിൻ ഡ്രൈവ്സ് കാണാൻ പറ്റും. സാധാരണ അപ് ടു 8 മീറ്റർ വരെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ചെയിൻ ഡ്രൈവ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വെലോസിറ്റീസ്, പെരിഫറൽ വെലോസിറ്റി 25 മീറ്റർ പെർ സെക്കൻഡ് വരെ നമ്മൾ ഗിയർ ഡ്രൈവ്സ് ഉപയോഗിക്കും. അതുപോലെ അപ് ടു 110 കിലോ വാട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ചെയിൻ ഡ്രൈവ്സ് ഉപയോഗിക്കാം. അപ് ടു 8 മീറ്റർ വരെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ചെയിൻ ഡ്രൈവ്സ് ഉപയോഗിക്കാം. 110 കിലോ വാട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമുക്ക് അപ് ടു 110 കിലോ വാട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ചെയിൻ ഡ്രൈവ്സ് ഉപയോഗിക്കാം. അതുപോലെ വെലോസിറ്റി അപ് ടു 20 മീറ്റർ പെർ സെക്കൻഡ് വരെ നമ്മൾ ചെയിൻ ഡ്രൈവ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ചെയിൻ ഡ്രൈവ്സിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ, ചെയിൻ ഡ്രൈവ്സ് ലോങ് ഡിസ്റ്റൻസിലും ഷോർട്ട് ഡിസ്റ്റൻസിലും പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻ്റർമീഡിയറ്റ് ഡിസ്റ്റൻസിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, ഒരു ചെയിൻ ഡ്രൈവ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഒന്നിലധികം ഷാഫ്റ്റിലേക്ക് മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഒരു ചെയിൻ ഡ്രൈവിൽ നിന്ന് തന്നെ ഒന്നിലധികം ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ, കമ്പാരിറ്റീവ്ലി കോമ്പാക്റ്റ് യൂണിറ്റ് ആണ്. കമ്പാരിറ്റീവ്ലി എന്താണ്, കോമ്പാക്റ്റ് ആണ് ചെയിൻ ഡ്രൈവ് എന്ന് പറയുന്നത്. ബെൽറ്റ് ഡ്രൈവിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെയിൻ ഡ്രൈവ് എന്താണ്, കമ്പാരിറ്റീവ്ലി കോമ്പാക്റ്റ് ആണ്. അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ്, ചെയിൻ ഡ്രൈവ് ഒരു പോസിറ്റീവ് ഡ്രൈവാണ്. അതുകൊണ്ട് തന്നെ അതിൽ എന്തുണ്ടാവില്ല, സ്ലിപ്പ് ഉണ്ടാവില്ല. പിന്നെ നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ചെയിൻ ഡ്രൈവിൻ്റെ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. അപ് ടു 98% വരെ എഫിഷ്യൻസി ഉള്ള പവർ ട്രാൻസ്മിഷൻ ഡിവൈസ് ആണെന്ത്, ചെയിൻ ഡ്രൈവ് എന്ന് പറയുന്നത്. അതും അഡ്വാൻറ്റേജിൽ വരുന്നതാണ്. ഇനി എന്താണ്, ചെയിൻ ഡ്രൈവ് ഡസ് നോട്ട് നീഡ് ഇനീഷ്യൽ ടെൻഷൻ. ചെയിൻ ഡസ് നോട്ട് നീഡ് ഇനീഷ്യൽ ടെൻഷൻ. നമ്മളറിയാം ബെൽറ്റ് ഡ്രൈവിൻ്റെ കേസിൽ നമ്മൾ ബെൽറ്റിന് എന്ത് ചെയ്യണം, ഒരു ഇനീഷ്യൽ ടെൻഷൻ പ്രൊവൈഡ് ചെയ്യണം. ബെൽറ്റിനെ അതിൻ്റെ പൊസിഷനിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യൽ ടെൻഷൻ പ്രൊവൈഡ് ചെയ്യണം. പക്ഷേ ചെയിൻ ഡ്രൈവിൻ്റെ കേസിൽ സ്പ്രോക്കറ്റും ചെയിനും ആയതുകൊണ്ട് തന്നെ അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, ഇനീഷ്യൽ ടെൻഷൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ ചെയിൻ എന്ന് പറയുന്നതാണ് ഈസി ടു റീപ്ലേസ് ആണ്. പെട്ടെന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ എലിമെൻ്റ് ആണ് എന്ത്, ചെയിൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഫിസിക്കൽ കണ്ടീഷൻ എന്ത് ചെയ്യുന്നില്ല, ചെയിനിൻ്റെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അതും ഒരു അഡ്വാൻറ്റേജസ് ആണ്. ഇത്രയാണ് ചെയിൻ ഡ്രൈവ്സിൻ്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ.
നെക്സ്റ്റ് ചെയിൻ ഡ്രൈവ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ആദ്യത്തേത് പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് ചെയിൻ ഈസ് റിലേറ്റീവ്ലി ഹൈ. ചെയിനിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, വളരെ കൂടുതലാണ്. ബെൽറ്റ് ഡ്രൈവിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ചെയിൻ ഡ്രൈവ്സിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കൂടുതലാണ്. പിന്നെ ദർ ഇസ് എ ഗ്രാജുവൽ സ്ട്രെച്ചിങ് ആൻഡ് ഇൻക്രീസിങ് ലെങ്ത്. നമുക്കറിയാം അല്ലേ, ചെയിൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, അതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും. അവിടെ ഒരു സ്ട്രെച്ചിങ് ഉണ്ടാവും, ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ചെയിൻ ഇടയ്ക്കിടയ്ക്ക് ടൈറ്റ് ചെയ്യുന്നതും അതിൻ്റെ ലിങ്കുകൾ റിമൂവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. പിന്നെ ഇത് എന്താണ്, ഇതിന് ആക്യുറേറ്റ് മൗണ്ടിങ്ങും കെയർഫുൾ മെയിൻ്റനൻസും, ചെയിൻ ഡ്രൈവിൻ്റെ കേസിൽ ആക്യുറേറ്റ് മൗണ്ടിങ്ങും കെയർഫുൾ മെയിൻ്റനൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെർട്ടിക്കുലർലി എന്തിന്, അതിൻ്റെ ലൂബ്രിക്കേഷനും സ്ലാക്ക് അഡ്ജസ്റ്റ്മെൻറ്റും. ആ മെയിൻ്റനൻസും അതിൻ്റെ മൗണ്ടിങ്ങും കറക്റ്റായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ചെയിൻ ഡ്രൈവ് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. പിന്നെ ചെയിൻ ഡ്രൈവ്സ് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ നോൺ പാരലൽ ഷാഫ്റ്റ്. പാരലൽ ഷാഫ്റ്റുകൾക്കിടയിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് നമ്മൾ സാധാരണ ചെയിൻ ഡ്രൈവ്സ് ഉപയോഗിക്കുന്നത്. നോൺ പാരലൽ ഷാഫ്റ്റുകളിലാണെങ്കിൽ ചെയിൻ ഡ്രൈവ്സ് എന്തല്ല, സ്യൂട്ടബിൾ അല്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഇനി ചെയിൻ ഡ്രൈവ്സിൽ നമുക്ക് ചെയിൻ ഡ്രൈവ്സിൽ ഒന്ന് രണ്ട് ടേംസ് നോക്കാനുണ്ട്. ഒന്ന് പിച്ച് ഓഫ് ചെയിൻ. പിച്ച് ഓഫ് ചെയിൻ എന്ന് വെച്ചാൽ ചെയിനിൻ്റെ ഒരു ലിങ്കിലെ ഹിഞ്ചിൻ്റെ സെൻറ്റർ മുതൽ അഡ്ജസൻറ്റ് ലിങ്കിലെ ഹിഞ്ചിൻ്റെ സെൻറ്റർ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിച്ച് ഓഫ് ചെയിൻ എന്ന് പറയുന്നത്. ഒരു ഹിഞ്ചിൻ്റെ സെൻറ്റർ മുതൽ അഡ്ജസൻറ്റ് ഹിഞ്ചിൻ്റെ സെൻറ്റർ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിച്ച് ഓഫ് ചെയിൻ എന്ന് പറയുന്നത്. ഇനി ഈ ചെയിന് സ്പ്രോക്കറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ ഹിഞ്ചസിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു സർക്കിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിച്ച് സർക്കിൾ എന്ന് പറയുന്നത്. ചെയിന് സ്പ്രോക്കറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ ഹിഞ്ചിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ആ ഒരു സർക്കിളാണ് പിച്ച് സർക്കിൾ. അതിൻ്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ പിച്ച് സർക്കിൾ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പിച്ച് ഓഫ് ചെയിൻ എന്ന് വെച്ചാൽ ഒരു ലിങ്കിൻ്റെ ഹിഞ്ചിൻ്റെ സെൻറ്റർ മുതൽ അഡ്ജസൻറ്റ് ലിങ്കിൻ്റെ ഹിഞ്ചിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് ഓഫ് ചെയിൻ എന്ന് പറയുന്നത്. ഈ ചെയിന് സ്പ്രോക്കറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ ഹിഞ്ചിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന സർക്കിളിനെയാണ് നമ്മൾ പിച്ച് സർക്കിൾ എന്ന് പറയുന്നത്. ആ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് എന്ത്, പിച്ച് സർക്കിൾ ഡയമീറ്റർ. ഇനി ഈ പിച്ചും പിച്ച് സർക്കിൾ ഡയമീറ്ററും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ചോദിച്ചൊന്നും കണ്ടിട്ടില്ല, എന്നാലും നമ്മൾ ആ റിലേഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഡി ഈസ് ഈക്വൽ ടു പി കൊസീക് 180/t. ഇതിൽ ഡി എന്ന് പറയുന്നത് പിച്ച് സർക്കിൾ ഡയമീറ്റർ ആണ്, പി പിച്ച് ഓഫ് ചെയിൻ ആണ്, ടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടീത്ത് ഓൺ സ്പ്രോക്കറ്റിലുള്ള ടീത്തുകളുടെ എണ്ണം. ഇനി രണ്ട് അഡ്ജസൻറ്റ് ഹിഞ്ചുകൾക്കിടയിലുള്ള ഈ ഒരു ആംഗിൾ, ചെയിന് സ്പ്രോക്കറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ രണ്ട് അഡ്ജസൻറ്റ് ഹിഞ്ചിൻ്റെ സെൻറ്ററുകൾക്കിടയിലുള്ള ഈ ഒരു ആംഗിളിൻ്റെ പകുതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംഗിൾ ഓഫ് ആട്രിക്കുലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ആംഗിളിൻ്റെ പകുതി, ആ ആംഗിളിന് അബൌട്ട് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ചെയിന് അല്ലെങ്കിൽ ഈ ഒരു ലിങ്ക് ഇവിടെ സ്വിങ് ചെയ്യുന്നത്. നെക്സ്റ്റ് ചെയിൻ ഡ്രൈവ്സിൻ്റെ വെലോസിറ്റി റേഷ്യോ. നമ്മൾ ബെൽറ്റ് ഡ്രൈവ്സിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗിയർ ഡ്രൈവ്സിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ചെയിൻ ഡ്രൈവ്സിൻ്റെ കേസിൽ വെലോസിറ്റി റേഷ്യോ എന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് സ്മോളർ സ്പ്രോക്കറ്റ് ടു സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ലാർജർ സ്പ്രോക്കറ്റ്. സ്മോളർ സ്പ്രോക്കറ്റിൻ്റെ സ്പീഡിൻ്റെയും ലാർജർ സ്പ്രോക്കറ്റിൻ്റെ സ്പീഡിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെയും വെലോസിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ടീത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടീത്തിൻ്റെ ടേംസിൽ എങ്ങനെ പറയാം, T2/T1. അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ടീത്ത്, നമ്പർ ഓഫ് ടീത്ത് ഓൺ ലാർജർ സ്പ്രോക്കറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടീത്ത് ഓൺ സ്മോളർ സ്പ്രോക്കറ്റ്, അങ്ങനെയും പറയാം. അപ്പോൾ വെലോസിറ്റി റേഷ്യോയുടെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. വെലോസിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു N1/N2, ദാറ്റ് ഈസ് ഈക്വൽ ടു T2/T1 ചെയിൻ ഡ്രൈവ്സിൻ്റെ കേസിൽ. ഈ N1 എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് സ്മോളർ സ്പ്രോക്കറ്റ്, N2 എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് റൊട്ടേഷൻ ഓഫ് ലാർജർ സ്പ്രോക്കറ്റ്. T എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടീത്തിൻ്റെ നമ്പർ. ഇനി നെക്സ്റ്റ് ലെങ്ത് ഓഫ് ചെയിൻ. ലെങ്ത് ഓഫ് ചെയിൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ചെയിൻ ഡ്രൈവ്സിൽ ചെയിൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഒരു സീരീസ് ഓഫ് ലിങ്ക്സ് ചേർത്തിട്ടാണ് ചെയിൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ലെങ്ത് ഓഫ് ചെയിൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, പിച്ച് ഓഫ് ചെയിൻ ഇൻറ്റു നമ്പർ ഓഫ് ലിങ്ക്. എത്ര ലിങ്കുകളുണ്ടോ അത് ഇൻറ്റു പിച്ച് ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത്, ലെങ്ത് ഓഫ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ L ഈസ് ഈക്വൽ ടു K.P എന്ന് പറയാം.
കെ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ലിങ്ക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ചെയിൻ എന്ന് പറയുന്നത് കെ ഡോട്ട് പി. ഇനി ഇതിൽ നമ്പർ ഓഫ് ചെയിൻ ലിങ്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു കെ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അധികം ചോദിച്ചൊന്നും കണ്ടിട്ടൊന്നുമില്ല, ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കെ ഈസ് ഈക്വൽ ടു T1 പ്ലസ് T2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 2x ബൈ പി പ്ലസ് T2 മൈനസ് T1 ബൈ 2π ഓൾ സ്ക്വയർ ഇൻറ്റു പി ബൈ എക്സ്. ഇതാണ് ആ ഫോർമുല. ഇതിൽ T1 ആൻഡ് T2 എന്ന് പറയുന്നത് സ്മോളർ സ്പ്രോക്കറ്റിലെയും ലാർജർ സ്പ്രോക്കറ്റിലെയും നമ്പർ ഓഫ് ടീത്തുകളാണ്. പി പിച്ച് ലെങ്ത് ആണ്. എക്സ് എന്ന് പറയുന്നത് ഷാഫ്റ്റുകൾ തമ്മിലുള്ള ആക്സിയൽ സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. ഷാഫ്റ്റുകൾ തമ്മിലുള്ള സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർമുല ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ലെങ്ത് ഓഫ് ചെയിൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ചെയിൻ ലിങ്ക്സ് ഇൻറ്റു പിച്ച് ഓഫ് ചെയിൻ, അത് ഓർത്ത് വെക്കുക. ഇനി ചെയിൻ ഡ്രൈവ്സിൻ്റെ കേസിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ചെയിൻസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ചെയിൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ചെയിനിൻ്റെ യൂസിനനുസരിച്ചിട്ട് ചെയിനിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൻ്റെ യൂസിനനുസരിച്ചിട്ട് ഒന്ന് ഹോയിസ്റ്റിംഗ് ആൻഡ് ഹൗളിംഗ് ചെയിൻസ്, സെക്കൻഡ് വൺ കൺവെയർ ചെയിൻസ്, തേർഡ് വൺ പവർ ട്രാൻസ്മിറ്റിംഗ് ചെയിൻസ്. ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചെയിനെ ക്ലാസിഫൈ ചെയ്യാം. ഹോയിസ്റ്റിംഗ് ആൻഡ് ഹൗളിംഗ് ചെയിൻസ്, കൺവെയർ ചെയിൻസ്, പവർ ട്രാൻസ്മിറ്റിംഗ് ചെയിൻസ്. ഇതിൽ ഹോയിസ്റ്റിംഗ് ആൻഡ് ഹൗളിംഗ് ചെയിൻസ് പേര് പോലെ തന്നെ ഹോയിസ്റ്റിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ചെയിൻസ് ആണിത്. അതായത് ലോഡ് ലിഫ്റ്റ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് ചെയിൻസ് ആണ് എന്ത്? ഹോയിസ്റ്റിംഗ് ആൻഡ് ഹൗളിംഗ് ചെയിൻസ് എന്ന് പറയുന്നത്. വളരെ സ്ലോ സ്പീഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ചെയിനാണ്. 0.25 മീറ്റർ പെർ സെക്കൻഡ് വരെയൊക്കെ സ്പീഡിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ചെയിൻ വിത്ത് ഓവൽ ലിങ്ക്സും ചെയിൻ വിത്ത് സ്ക്വയർ ലിങ്ക്സും. ഇത് ആ ചെയിനിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ടാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് ചെയിൻ വിത്ത് ഓവൽ ലിങ്ക് എന്ന് വെച്ചാൽ ആ ചെയിനിൻ്റെ ലിങ്കിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓവൽ ഷേപ്പ് ആയിരിക്കും. ഈ ഫിഗറിൽ കാണിച്ചതുപോലെ ഒരു ഓവൽ ഷേപ്പ് ലിങ്കുകളായിരിക്കും ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടാവും എല്ലാ ലോഡ് ലിഫ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സിലും അതുപോലെ ഹോയിസ്റ്റിൽ പിന്നെ മറൈൻ ആങ്കേഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന എന്താണ്? ഈ ടൈപ്പ് ലിങ്കുകളാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കോയിൽ ചെയിൻസ് എന്ന് കൂടി പറയും. ചെയിൻ വിത്ത് ഓവൽ ലിങ്ക്സിന് നമ്മൾ എന്ന് കൂടി പറയും? കോയിൽ ചെയിൻസ് എന്ന് കൂടി പറയും. അപ്പോൾ ആ പേര് കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് വൺ ചെയിൻ വിത്ത് സ്ക്വയർ ലിങ്ക്. ചെയിൻ വിത്ത് സ്ക്വയർ ലിങ്ക് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആ ലിങ്കിൻ്റെ ഷേപ്പ് ഒരു സ്ക്വയർ ഷേപ്പ് ആയിരിക്കും. കമ്പാരിറ്റീവ്ലി മാനുഫാക്ചർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത്രയാണ് ഹോയിസ്റ്റിംഗ് ആൻഡ് ഹൗളിംഗ് ചെയിൻസിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് കൺവെയർ ഓർ ട്രാക്റ്റീവ് ചെയിൻസ്. ഇത് സാധാരണഗതിയിൽ നമ്മൾ കൺവേഴ്സിൽ ഉപയോഗിക്കുന്ന ചെയിനാണ്. ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 0.8 to 3 മീറ്റർ പെർ സെക്കൻഡ് വരെ ആയിരിക്കും. ഇതിലും രണ്ട് ടൈപ്പ് ഉണ്ട്. ഡിറ്റാച്ചബിൾ അല്ലെങ്കിൽ ഹൂക്ക്ഡ് ജോയിൻറ്റ് ടൈപ്പ് ചെയിൻസും ക്ലോസ്ഡ് ജോയിൻറ്റ് ടൈപ്പ് ചെയിൻസും. ഡിറ്റാച്ചബിൾ ചെയിൻസിൽ ചെയിനിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഡിറ്റാച്ചബിൾ ലിങ്ക് ആയിരിക്കും. ഇതുപോലെ ഒരു ഹൂക്കുകളായിട്ട് ഉണ്ടാവും. ഓരോ ലിങ്കുകളും തമ്മിൽ പരസ്പരം ഹൂക്ക് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് ഡിറ്റാച്ച് ചെയ്യാനും പറ്റും. ഇതുപോലെ ഡിറ്റാച്ച് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ലിങ്കുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചെയിൻസിനെയാണ് നമ്മൾ ഡിറ്റാച്ചബിൾ അല്ലെങ്കിൽ ഹൂക്ക് ജോയിൻറ്റ് ചെയിൻസ് എന്ന് പറയുന്നത്. ഇനി ക്ലോസ്ഡ് ജോയിൻറ്റ് ചെയിൻ എന്ന് വെച്ചാൽ ഇതുപോലെ രണ്ട് ലിങ്കുകൾക്കിടയിൽ ഒരു പിൻ ജോയിൻറ്റ് വെച്ചിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന ചെയിനെയാണ് നമ്മൾ ക്ലോസ്ഡ് ജോയിൻറ്റ് ചെയിൻസ് എന്ന് പറയുന്നത്. ഇതിൽ സാധാരണ കൺവെയർ ചെയിൻസ് നമ്മൾ മാലിയബിൾ കാസ്റ്റ് അയൺ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കൺവെയർ ചെയിൻസ് സാധാരണ മാലിയബിൾ കാസ്റ്റ് അയൺസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഫിഗറിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? ഡിറ്റാച്ചബിൾ ചെയിൻസ് അല്ലെങ്കിൽ ഹൂക്ക് ജോയിൻറ്റ് ചെയിൻസ് എന്ന് പറയുന്നത്. ഇതാണ് ക്ലോസ്ഡ് ജോയിൻറ്റ് ചെയിൻസ്. അതായത് ചെയിൻസിൻ്റെ രണ്ട് ലിങ്കുകൾ തമ്മിൽ എന്തിട്ടുണ്ട്? ഒരു പിൻ ജോയിൻറ്റ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പവർ ട്രാൻസ്മിറ്റിംഗ് ചെയിൻസ്. ഇതും പേര് പോലെ തന്നെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെയിൻസിനെയാണ് നമ്മൾ പവർ ട്രാൻസ്മിറ്റിംഗ് ചെയിൻസ് എന്ന് പറയുന്നത്. ഇതിൽ 3 ടൈപ്പ് ഉണ്ട്. ബ്ലോക്ക് ഓർ ബുഷ് ചെയിൻ, ബുഷ് റോളർ ചെയിൻ, സൈലൻറ്റ് ചെയിൻ. ബ്ലോക്ക് ഓർ ബുഷ് ചെയിൻ, ബുഷ് റോളർ ചെയിൻ, സൈലൻറ്റ് ചെയിൻ. ഇങ്ങനെ 3ആയിട്ട് നമുക്ക് പവർ ട്രാൻസ്മിറ്റിംഗ് ചെയിൻസിനെ ക്ലാസിഫൈ ചെയ്യാം. അതിൽ ആദ്യത്തേത് ബ്ലോക്ക് ഓർ ബുഷ് ചെയിൻ. ഇത് നമ്മൾ പവർ ട്രാൻസ്മിഷൻ ചെയിൻ ഡ്രൈവിൻ്റെ ഏർലി സ്റ്റേജസിൽ ഉപയോഗിച്ചിരുന്നതാണ്. പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് വളരെ മുന്നേ ഉപയോഗിച്ചിരുന്ന ടൈപ്പ് ചെയിൻസ് ആണിത്. അതായത് ഇതിൽ ഇതുപോലെ രണ്ട് ലിങ്കുകളും അതിനിടയിൽ കണക്ട് ചെയ്തിട്ട് ഒരു ഇൻ്റർമീഡിയറ്റ് ലിങ്കും ഉണ്ടാവും. അത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? പിൻ ജോയിൻറ്റ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെയിനെയാണ് നമ്മൾ ബ്ലോക്ക് ഓർ ബുഷ് ചെയിൻ എന്ന് പറയുന്നത്. ഇത് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെയിനുകളാണ് പവർ ട്രാൻസ്മിഷനിൽ. നെക്സ്റ്റ് ബുഷ് റോളർ ചെയിൻ. ഇതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ടൈപ്പ് പവർ ട്രാൻസ്മിഷൻ ചെയിൻസ് എന്ന് പറയുന്നത്. ബുഷ് റോളർ ചെയിൻ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ബൈക്കിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയൽ മെഷീനറീസിൽ
ഹൗസ് ഹോൾഡ് മെഷീനറീസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്, ഡൊമസ്റ്റിക് മെഷീനറീസിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ ബുഷ് റോളർ ചെയിൻസ് ആണ്. ഇതിന് മെയിനായിട്ട് 5 പാർട്ട് ഉണ്ടാവും. പിന്നെ ബുഷിങ്, റോളർ, ഇന്നർ ലിങ്ക് പ്ലേറ്റ്, ഔട്ടർ ലിങ്ക് പ്ലേറ്റ്, ഇങ്ങനെ ഒരു 5 പാർട്ട് ഉണ്ടാവും. ഇതിൽ ഔട്ടർ ലിങ്ക് പ്ലേറ്റ് എന്ന് വെച്ചാൽ ഇതാണ്, ഈ ചെയിൻ്റെ ഈ ഒരു ഔട്ടർ പ്ലേറ്റിനെയാണ് നമ്മൾ ഔട്ടർ ലിങ്ക് പ്ലേറ്റ് എന്ന് പറഞ്ഞത്, ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതിനൊരു ഇന്നർ ലിങ്ക് പ്ലേറ്റും കൂടി ഉണ്ടാവും. ഇതുപോലെ ഈ കാണിച്ചിരിക്കുന്നതാണ് ഇന്നർ ലിങ്ക് പ്ലേറ്റ്. ആ ഇന്നർ ലിങ്ക് പ്ലേറ്റിൽ ഇതുപോലെ ഒരു ബുഷ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ബുഷിന് അറൗണ്ട് ആയിട്ട് ഒരു റോളറും ഉണ്ടാവും. റോളർ ബുഷിൽ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കും. അപ്പോൾ ഈ ഇന്നർ ലിങ്ക് പ്ലേറ്റും ഔട്ടർ ലിങ്ക് പ്ലേറ്റും എന്ത് ചെയ്യും, പരസ്പരം ഒരു പിന്ന് വെച്ചിട്ട് ഇതുപോലെ കണക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ ചെയിൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിന് 5 പാർട്ട് ഉണ്ടാവും. പിന്ന്, ബുഷ്, റോളർ, ഇന്നർ ലിങ്ക് പ്ലേറ്റ്, ഔട്ടർ ലിങ്ക് പ്ലേറ്റ്. ഈ റോളർ ഈ ബുഷിന് അറൗണ്ട് ആയിട്ട് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്പ്രോക്കറ്റിൻ്റെ ടൂത്തുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അവിടെ വെയർ ആൻഡ് ടയർ ഒക്കെ കുറവായിരിക്കും. അപ്പോൾ ഇതാണ് ബുഷ് റോളർ ചെയിൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഈ പിന്നും ബുഷും റോളറൊക്കെ അലോയ് സ്റ്റീൽ വെച്ചിട്ടായിരിക്കും സാധാരണ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നും ബുഷ് റോളറൊക്കെ അലോയ് സ്റ്റീലായിരിക്കും. അതുപോലെ ഇന്നർ ലിങ്ക് പ്ലേറ്റും ഔട്ടർ ലിങ്ക് പ്ലേറ്റും മീഡിയം കാർബൺ സ്റ്റീൽ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ബുഷ് റോളർ ചെയിൻസിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പവർ ട്രാൻസ്മിറ്റിംഗ് ചെയിൻസ് ആണ് എന്ത്, ബുഷ് റോളർ ചെയിൻസ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ചെയിനാണ് സൈലൻറ്റ് ചെയിൻ. സൈലൻറ്റ് ചെയിൻ എന്ന് വെച്ചാൽ പേര് പോലെ തന്നെ സൈലൻറ്റ് നോയ്സ്ലെസ് റണ്ണിങ് അല്ലെങ്കിൽ നോയ്സ്ലെസ് ഓപ്പറേഷനാണ്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ചെയിൻ എന്ത് ചെയ്യും, ഗ്രാജുവലായിട്ട് യൂസ് ചെയ്യുമ്പോൾ അവർ സ്ട്രെച്ചിങ് ഉണ്ടാവും അല്ലെങ്കിൽ ലെങ്ത്തിൽ ഇൻക്രീസ് ഉണ്ടാവും. അതൊക്കെ അവോയ്ഡ് ചെയ്യുന്ന ടൈപ്പ് ചെയിനാണ് ഈ സൈലൻറ്റ് ചെയിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഇൻവേർട്ടഡ് ടൂത്ത് ചെയിൻ. അത് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊഫൈൽ ഇതുപോലെ ആയിരിക്കും. നമ്മുടെ സ്പ്രോക്കറ്റിൻ്റെ ടൂത്തിൻ്റെ ഇൻവേർട്ടഡ് ഷേപ്പിലായിരിക്കും ഇതിൻ്റെ പ്രൊഫൈൽ ഉണ്ടാവുക, ഈ ഒരു കാണിച്ചിരിക്കുന്ന പോലെ. അപ്പോൾ ഈ ചെയിന് നമ്മുടെ സ്പ്രോക്കറ്റിൻ്റെ ടൂത്തുമായിട്ട് കറക്റ്റായിട്ട് മേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ മേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ സ്പ്രോക്കറ്റിൻ്റെ വീലിൻ്റെ ടീത്തും ഈ ചെയിനിൻ്റെ ടീത്തും തമ്മിൽ എന്തുണ്ടാവില്ല, ഒരു റിലേറ്റീവ് സ്ലൈഡിങ് മോഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നോയ്സ്ലെസ് ഓപ്പറേഷൻ ആയിരിക്കും, സ്മൂത്ത് ഓപ്പറേഷൻ ആയിരിക്കും. അങ്ങനെയുള്ള ചെയിൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈലൻറ്റ് ചെയിൻസ് എന്ന് പറയുന്നത്. ഇവിടെ റോളേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെയുള്ള ഇൻവേർട്ടഡ് ടൂത്ത് പ്രൊഫൈലിൽ നമ്മൾ ഒരു പിന്ന് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും ചെയിനിൽ. ഈ ചെയിന് സ്പ്രോക്കറ്റുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ സ്പ്രോക്കറ്റിൻ്റെ ടീത്തും ചെയിനിൻ്റെ ടീത്തും തമ്മിൽ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് മെയ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നോയ്സ്ലെസ് റണ്ണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ചെയിൻ ഡ്രൈവ്സിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. താങ്ക് യു.